ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രെഡ് ബജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ആദ്യം ഒരു 200 ഗ്രാം കടലമാവ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാകും. 1 ടീസ്പൂൺ ഉപ്പും ഒരു 1-2 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ ഇടുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കായം ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് കണക്കിനാക്കുക. നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം വയ്ക്കുക. അതേസമയം വേറൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 300 ml സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. എന്നിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എള്ള് ഇല്ലാതെയും ഉണ്ടാക്കാവുന്നതാണ്. എള്ള് വേണ്ടാത്തുള്ളവർക്ക് എള്ളില്ലാതെയും ഉണ്ടാക്കാം. അതിലേക്ക് നമ്മുടെ ഒരു ബ്രെഡ് സ്വീറ്റ് ബ്രെഡ് മതിയാകും. സ്വീറ്റ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇടുക. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് കൂടുതൽ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു കളറ് മാറുമ്പം എന്ന് വെച്ചാൽ ഈ മാവ് വേവുമ്പോൾ തന്നെ നമുക്കങ്ങ് എടുക്കാം. കൂടുതൽ വേവിച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് വേവാതെ നോക്കുക. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, അടുത്ത സൈഡ് ഇതുപോലെ വേവിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും വെളിയിലെടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബജി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കഴിക്കാനും അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വൈകുന്നേരം ഉണ്ടാക്കാനും എല്ലാം നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. Please do subscribe to our channel and be our guest. Thank you.